തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് ദുരുദ്ദേശപരമായാണ് സർക്കാർ തന്നെ സ്ഥലം മാറ്റിയതെന്നും താനും ഭർത്താവും രോഗികളാണെന്ന മാനുഷിക പരിഗണനകൾ പോലും നൽകാതെയാണ് സർക്കാർ നടപടിയെടുത്തതെന്നും ആരോപിച്ചാണ് സ്ഥലം മാറ്റത്തിനെതിരെ അഡ്മിനിസ്ട്രേഷൻ ട്രൈബ്യൂണലിൽ ഊർമിള ദേവി പരാതി നൽകിയത്. ആദ്യം ആറ്റിങ്ങൽ ആയില്യം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കായിരുന്നു സ്ഥലം മാറ്റിയത്. സംഭവം വിവാദമായതോടെ സ്ഥലം മാറ്റം കോട്ടൺ ഹില്ലിലെ തൊട്ടടുത്തുള്ള തമ്പാനൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റി. ഇതോടെ ആരോഗ്യപരമായ പരിഗണന നൽകണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടതായി ട്രൈബ്യൂണൽ വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ദുരുദ്ദേശപരമായാണ് നടപടിയെടുത്തതെന്ന ആരോപണം ശരിയല്ലെന്ന് തെളിയിക്കാൻ ഊർമിള ദേവിയെ കോട്ടൺ ഹില്ലിൽ തിരികെ കൊണ്ടുവരുന്നത് സഹായിക്കുമെന്ന് ട്രൈബ്യൂണൽ നിരീക്ഷിക്കുന്നു. കോട്ടൺ ഹിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമാണ്. അവിടെ പട്ടികജാതിക്കാരിയായ ഒരാൾ പ്രധാന അധ്യാപികയാകുന്നതും 2015 വിരമിക്കാനിരിക്കുന്ന കാര്യം പരിഗണിച്ചും ഊർമിള ദേവിയെ തിരിച്ചെടുക്കണമെന്ന് ട്രൈബ്യൂണൽ ശുപാർശ ചെയ്യുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യം പരിശോധിക്കണം. 2 മാസത്തിനുള്ളിൽ ആലോചിച്ച് തീരുമാനമെടുക്കാനും വിദ്യാഭ്യാസ സെക്രട്ടറിയോട് ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടു. അതേസമയം ട്രൈബ്യൂണൽ വിധി സർക്കാരിന്റെ നടപടികൾ ശരിവെക്കുകയാണ് ചെയ്തതെന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് പ്രതികരിച്ചു. സർക്കാർ ചെയ്ത കാര്യം, അതായത് നേരത്തെ അവർ ട്രാൻസ്ഫർ ചെയ്ത സ്കൂളിൽ നിന്ന് കുറേ കൂടി അടുത്തുള്ള സ്കൂളിലേക്ക്, മോഡൽ സ്കൂളിലേക്ക് അവർക്ക് കൊടുത്തു. അത് കോടതി ശരിവെച്ചു. മീഡിയ 1 തിരുവനന്തപുരം.